യെശയ്യാ പ്രവചനം 55:10-11 വചനം. മഴയും മഞ്ഞും ഭൂമിയിൽ ആകാശത്തു നിന്നും വരുന്നു, അതങ്ങോട്ടും മടങ്ങാതെ ഭൂമിയെ നനച്ച് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ധാന്യവും നൽകുന്നു. അതുപോലെ തന്നെ എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വചനവും. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ ജീവദായകമായ വചനം നാം ശ്രവിക്കാൻ പോവുകയാണ്. ഇന്ന് ഈ വചന സന്ദേശം നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ഷാലോം മിനിസ്ട്രിയുടെ ചെയർമാനും പ്രശസ്ത എഴുത്തുകാരനും ലോകപ്രശസ്ത ധ്യാനഗുരുവുമായ ഷെവലിയർ ബെന്യമുന്നത്ര സാറാണ്. നമുക്ക് സാറിനോടൊപ്പം ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ചുകൊണ്ട് ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഒരുങ്ങാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ഹൃദയത്തെ നമുക്ക് ഒരുക്കാം. പ്രത്യേകിച്ചും നമ്മളോട് ചേർന്ന് ടെലിവിഷൻ വഴിയായും ഇൻ്റർനെറ്റിലൂടെയും ലോകത്തിലെ 5 ഭൂഖണ്ഡങ്ങളിലുള്ള അനേക ലക്ഷം മലയാളികൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥനാനിരതരായിട്ടിരിക്കുന്നുണ്ട്. അവരുടെ നിയോഗങ്ങളോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. തകർന്ന അനേക കുടുംബങ്ങൾ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അനേക രോഗികൾ കർത്താവിൻ്റെ കരസ്പർശത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് നമ്മളോടൊന്നിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അനേകരുടെ കണ്ണുനീരൊപ്പുന്ന ദൈവം ഈ രാത്രിയിൽ അവരെ സന്ദർശിക്കണം. നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സന്ദർശിക്കണം. നമുക്ക് വിശ്വാസത്തോടെ നമ്മുടെ ജീവിത നിയോഗങ്ങളെ, പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങനെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ അവിടുന്ന് എൻ്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ എൻ്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ എൻ്റെ കരങ്ങൾ നീട്ടണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, തകർന്നുപോയ ജീവിതങ്ങൾ ഈ രാത്രിയിൽ പുനരുദ്ധരിക്കപ്പെടട്ടെ. വീണുപോയ ജീവിതങ്ങൾ വീണ്ടെടുക്കപ്പെടട്ടെ. കർത്താവെ, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്ന രാത്രിയായി ഇത് മാറട്ടെ. അത്ഭുതങ്ങളുടെ രാത്രി, അനുഗ്രഹത്തിൻ്റെ രാത്രിയാക്കി മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവെ, പ്രത്യേകിച്ചും ഇന്ന് ഈ രാത്രിയിൽ ഇവിടെ കൂടിയിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ പ്രത്യേകം തിരുമുമ്പിലേക്ക് ഉയർത്തുന്ന കർത്താവെ, കണ്ണുനീരോടുകൂടി കടന്നു വന്ന ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളുമായി നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന നിന്റെ മക്കളെ ഇന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമേ. കണ്ണുനീരോടെ കടന്നു വരുന്നവർക്കെല്ലാം നിന്റെ കരങ്ങൾ നീട്ടിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഇന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം ഇന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഒരത്ഭുതം ഇന്ന് അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. അവരുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് ഇന്നൊരു ശക്തി ഇപ്പോൾ തന്നെ കടന്നു ചെല്ലട്ടെ. കർത്താവെ, തിന്മയുടെ കെട്ടുകളെല്ലാം അഴിച്ചു നീക്കപ്പെടുന്ന രാത്രിയായി മാറട്ടെ. സ്വർഗത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ മക്കളുടെ ജീവിതത്തിൽ വ്യാപരിക്കട്ടെ ഇപ്പോൾ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. തകർന്ന ഹൃദയങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെട്ടിരിക്കുന്ന ഹൃദയങ്ങളെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, നൊമ്പരപ്പെട്ടിരിക്കുന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കണമേ. നിരാശ നീക്കിക്കളയണമേ. നിന്റെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയിൽ അന്ധകാര ശക്തികളുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. രാത്രിയിൽ ദാമ്പത്യ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ, തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. വിശുദ്ധിയുടെ ആത്മാവ് പകരപ്പെടട്ടെ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. കണ്ണീർ തുടയ്ക്കാൻ, മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. അതെ കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവം അവിടുന്ന് മാത്രമാണ്. കർത്താവേ, ഞങ്ങളുടെ മുറിവേറ്റ മനസ്സുകളിലേക്ക്, ഞങ്ങളുടെ കണ്ണുനീരിന്റെ കാരണങ്ങളിലേക്ക് ഈ രാത്രിയിൽ നിന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണീർ തുടയ്ക്കാൻ, മാറോടു ചേർക്കാൻ നീ മാത്രമുള്ളൂ പിതാവേ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ കാണുന്ന കർത്താവേ, ഞങ്ങളുടെ സഹായത്തിന്റെ നിലവിളി കേൾക്കുവാൻ കഴിവുള്ളവനായ പിതാവേ, ഞങ്ങളെല്ലാ വേദനകളും ഈ രാത്രി തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളെ ഇന്ന് ചേർത്ത് പിടിക്കണമേ. ആബാ പിതാവേ,
ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. കരങ്ങൾ വിടർത്തി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ഒരുമിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. എല്ലാ പ്രാർത്ഥനകളും കർത്താവിന്റെ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് വിളിക്കാം. അബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് രാത്രിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ഈ രാത്രിയിൽ ഈ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണോ ദൈവത്തിന്റെ ഇടപെടൽ ആവശ്യമുള്ളത്, എവിടെയാണോ ദൈവത്തിന്റെ ഒരു അത്ഭുതം നമുക്ക് അത്യാവശ്യമായിരിക്കുന്നത്, ആ മേഖലകൾ കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തെ നമുക്ക് ഒരിക്കൽ കൂടി വിളിച്ച് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വീണ്ടും നമുക്ക് വിളിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. കണ്ണുനീര് തുടയ്ക്കുന്ന പിതാവേ, അമ്മയെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ കരുണയുടെ കരങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേലും നീട്ടണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ പുതിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ വീണ്ടും ബലപ്പെടുത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോടൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനകൾക്ക് ഈ രാത്രിയിൽ ഉത്തരം നൽകണമേ. ഞങ്ങളുടെ അമ്മേ മാതാവേ, ഈ നൈറ്റ് വിജിലിൽ പങ്കുചേരുന്ന മുഴുവൻ മക്കൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ടവരെ, ഈ നൈറ്റ് വിജിലിൽ കർത്താവിൻ്റെ വിശ്വസ്തതയുടെ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ, കർത്താവിൻ്റെ ശക്തിയുടെ ഒരു വലിയ പ്രകടനം ശാലോമിൽ സംഭവിച്ചത് പങ്കുവെച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. ഷാലോമിൻ്റെ ആദ്യത്തെ മാധ്യമ ശുശ്രൂഷയായിരുന്ന ഷാലോൺ ടൈംസ് ആരംഭിച്ചിട്ട് 20 വർഷം പൂർത്തിയായി. 1993 മലബാറിലെ കുഗ്രാമത്തിലെ മെഴുകുതിരി വെളിച്ചത്തിൽ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ 4 കളർ ക്രിസ്തീയ മാസികയാണ് ഷാലോൺ ടൈംസ്. ഷാലോൺ ടൈംസ് ആരംഭിച്ചപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് ആത്മീയ പിതാക്കന്മാരിൽ നിന്ന് ഉറപ്പ് കിട്ടിയാണ് ആരംഭിച്ചത്. ആദ്യം 5000 കോപ്പിയാണ് പ്രിന്റ് ചെയ്തത്. പക്ഷെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രശ്നമുണ്ടായത്. ഇത് എങ്ങനെ വിതരണം ചെയ്യും, എങ്ങനെ ജനങ്ങളിലെത്തിക്കും? അതിനുള്ള
വിതരണ സംവിധാനങ്ങളോ സഹായികളോ അന്നില്ലായിരുന്നു. ഒരു സംഘടനയാണ് ഒരു പ്രസിദ്ധീകരണം തുടങ്ങുന്നതെങ്കിൽ ആ സംഘടന വഴി, അതിൻ്റെ ശാഖകൾ വഴി അതെല്ലായിടത്തും വിതരണം ചെയ്യാം. ഇനി ഒരു രൂപതയാണ് ഒരു പ്രസിദ്ധീകരണം തുടങ്ങുന്നതെങ്കിൽ ഇടവകകൾ വഴി അതിന് വിതരണം ചെയ്യാം. ഒരു സന്യാസ സമൂഹമാണ് ഒരു പ്രസിദ്ധീകരണം തുടങ്ങുന്നതെങ്കിൽ അതും അതിലെ അംഗങ്ങൾ വഴി വേണമെങ്കിൽ വിതരണം ചെയ്യാം. പക്ഷെ ഇങ്ങനെയുള്ള ഒന്നുമില്ലാതെ ഒരു കുഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ശുശ്രൂഷ ആരംഭിച്ചു കഴിയുമ്പോൾ ഇത് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും? യാതൊരു വഴിയും കണ്ടില്ല. പരിചയമുള്ള അഡ്രസ്സുകളിലൊക്കെ ശാലോമിൻ്റെ പൈലറ്റ് ഇഷ്യൂ സൗജന്യമായി അയച്ചു കൊടുത്തു. ഏകദേശം 350ഓളം പേർക്ക് അന്ന് ഇത് അയച്ചു കൊടുത്തു. പക്ഷെ ഒരൊറ്റ മനുഷ്യരും പ്രതികരിച്ചില്ല. ഒരൊറ്റ സബ്സ്ക്രിപ്ഷനും ശാലോം മാസികയ്ക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ ലക്കം ഇറക്കി. അതും മനുഷ്യർക്കിടയിലേക്ക് വിതരണം ചെയ്യാൻ സംവിധാനമില്ലാതായപ്പോൾ ഒരു വഴിമുട്ടൽ അവിടെ അനുഭവപ്പെടുക. ഇങ്ങനെ മാസിക പ്രിന്റ് ചെയ്ത് മനുഷ്യരാരും വായിക്കുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് എന്താ പ്രയോജനമിരിക്കുന്നത്? അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണോ? ഇത് പിശാചിൻ്റെ തട്ടിപ്പായിരുന്നു ഈ മാസികയുമായിട്ട് ഇറങ്ങിയത് എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ വീണ്ടും എൻ്റെ ആത്മീയ പിതാവായ മോൺസിഞ്ഞോർ സി ജെ വർഗീസിൻ്റെ അടുത്ത് ചെന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, കർത്താവ് പറയുന്നു മുന്നോട്ട് പോകാനെന്ന്. കർത്താവ് പറയുന്നു മുന്നോട്ട് പോകാൻ. പക്ഷെ മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലായ ഒരു രാത്രിയിൽ ഞങ്ങൾ മുട്ടുകുത്തി ഒരു തീരുമാനമെടുത്തു. ശാലോം മാസികയുടെ സർക്കുലേഷൻ മാനേജരായിട്ട് വളരെ കഴിവുറ്റ ഒരു വ്യക്തിയെ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുള്ള തീരുമാനമെടുത്തു. അതിനുവേണ്ടി ഞങ്ങൾ മുട്ടുകുത്തി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കെന്ന് സർക്കുലേഷൻ മാനേജരെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പണമില്ല, ഓഫീസില്ല, ഒന്നുമില്ലാത്തത് കൊണ്ട് സർക്കുലേഷൻ മാനേജരായി ഞങ്ങൾ തിരഞ്ഞെടുത്തിയ ആൾ പരിശുദ്ധ കന്യകാമറിയമാണ്. അന്ന് ശാലോം മാസിക പരിശുദ്ധ കന്യക മറിയത്തിന് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അമ്മേ, ദൈവത്തിൻ്റെ ഹിതമാണെന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങളിത് തുടങ്ങിയത്. ഞങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല. ഇതെങ്ങനെ ജനങ്ങളിൽ എത്തിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ശാലോം മാസികയുടെ സർക്കുലേഷൻ മാനേജർ അമ്മയായിരിക്കണം. അമ്മ തന്നെ ഇതിനെ വിതരണം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്കായി ശാലോം മാസിക സമർപ്പിച്ചു. ആ സമർപ്പണത്തിൻ്റെ അടയാളമായിട്ടാണ് ശാലോം മാസികയുടെ കവറിൻ്റെ ഉൾവശത്ത് മാതാവിൻ്റെ ഒരു ഫോട്ടോയും പ്രാർത്ഥനയും 3-ാമത്തെ ലക്കം മുതൽ ഇടുവാനായിട്ട് തുടങ്ങിയത്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നടന്നത് ക്രൈസ്തവ പ്രസിദ്ധീകരണ ചരിത്രത്തിലെ ഒരു അത്ഭുതമായിരുന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മദ്രാസിൽ നിന്നും ജോൺ സി ഫിലിപ്പ് എന്ന പേരുള്ള ഒരു സഹോദരിയുടെ കത്ത് എനിക്ക് കിട്ടി. അവരെഴുതിയതാണ്. എറണാകുളത്തുള്ള അവരുടെ ഒരു ബന്ധു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ശാലോം മാസിക കിടക്കുന്ന കണ്ടു. ഞാനത് എടുത്തുകൊണ്ടുവന്ന് മദ്രാസിലെത്തി വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഒരു 100 കോപ്പി വാങ്ങി മദ്രാസിൽ വിതരണം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 100 കോപ്പി അയച്ചു തരണം. പ്രിയപ്പെട്ടവരെ, ശാലോം മാസികയുടെ ആദ്യത്തെ ഏജൻസി തുടങ്ങിയത് കോഴിക്കോട് ജില്ലയിലല്ല, കേരളത്തിലല്ല, തമിഴ്നാട്ടിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊടുപുഴയിൽ നിന്നും ഒരു ചാക്കോ ചേട്ടൻ്റെ കത്തെനിക്ക് കിട്ടുകയാണ്. അദ്ദേഹത്തിനും എവിടെ നിന്നോ ഈ മാസിക കിട്ടി. ഉള്ളിലൊരാഗ്രഹം 500 കോപ്പി വാങ്ങി തൊടുപുഴ ടൗണിൽ വിതരണം ചെയ്യുന്നു. അടുത്ത ആഴ്ചയിൽ കൊല്ലത്ത് നിന്ന് ഒരു സേവ്യറുടെ കത്ത് കിട്ടി. അദ്ദേഹത്തിനും എവിടെ നിന്നോ മാസിക കണ്ടു, ആഗ്രഹം തോന്നി. 300 കോപ്പി അദ്ദേഹം ഓർഡർ ചെയ്യുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് മാസിക സമർപ്പിച്ചതിന് ശേഷം അത്ഭുതകരമായ രീതിയിൽ അതിൻ്റെ സർക്കുലേഷൻ വർദ്ധിച്ചു. ഏതാനും മാസങ്ങൾ കൊണ്ട് ആരും ഫീൽഡ് വർക്ക് ചെയ്യാതെ പ്രചരിപ്പിക്കാതെ ശാലോം മാസികയ്ക്ക് 10,000-ത്തിലധികം കോപ്പികൾ സർക്കുലേഷനായി. അടുത്ത വർഷമായപ്പോഴേക്കും അത് 20,000-ആയി. തൊട്ടടുത്ത വർഷം 40,000-ആയി. പിന്നീട് 50,000-ആയി, 75,000-ആയി. ഇന്ന് 1.25 ലക്ഷത്തോളം കോപ്പികൾ ഇന്ത്യൻ എഡീഷനിൽ പ്രിന്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇൻ്റർനെറ്റ് എഡീഷനിലൂടെ ലോകത്തിലെ അനേക രാജ്യങ്ങളിലായി 10,000-കണക്കിന് ആളുകൾ ഇത് വായിക്കുന്നു. ഇതുകൂടാതെ അമേരിക്കൻ എഡീഷനിലും 1000-കണക്കിന് ആളുകൾ വായിക്കുന്നു. മാത്രമല്ല, ഈ 20-ാമത്തെ വാർഷികത്തിൽ സെപ്റ്റംബർ മാസം മുതൽ ശാലോം മാസികയുടെ യൂറോപ്പ് എഡീഷൻ ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. അങ്ങനെ മലയാളത്തിലെ ഏറ്റവും വലിയ
ആധ്യാത്മിക പ്രസിദ്ധീകരണമായിട്ട് ഷാലോം മാസിക വളർന്നു. പ്രൈസ് ദി ലോർഡ്. ഞാനിത് നിങ്ങളോട് പങ്കുവെക്കുന്നത് മറ്റൊരു സന്ദേശം പറയുവാനാണ്. ഈ അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരു ബോധ്യം നൽകി. ആരും സഹായിക്കാനില്ലെങ്കിലും, സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും, എല്ലാവരും എതിരാണെങ്കിലും, ഒരു കാര്യം ദൈവത്തിൻ്റെ ഹിതമാണ് എങ്കിൽ ദൈവത്തിൻ്റെ തിരുമനസ്സിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം അത് വിജയകരമായി പൂർത്തീകരിക്കും എന്ന ഒരു ഉറപ്പ് അനുഭവത്തിലൂടെ ഉണ്ടായി. ഈ ഒരു അനുഭവം ഷാലോം മാസിക വഴി ലഭിച്ചതുകൊണ്ടാണ് പിന്നീട് പത്രം തുടങ്ങുവാനും TV തുടങ്ങുവാനും ഒക്കെയുള്ള ധൈര്യമുണ്ടായത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നിരാശയും സങ്കടവും ദുഃഖവും എല്ലാം ഉണ്ടാകുന്നത് മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന എതിർപ്പുകളും, അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മറ്റുള്ളവർ പെരുമാറാതെ വരുമ്പോൾ, സഹായിക്കാതെ വരുമ്പോൾ, മനസ്സിലാക്കാതെ വരുമ്പോൾ ഒക്കെയാണ് നമ്മൾ തളരുക. എന്നാൽ ദൈവം അറിയാതെയല്ല ഇതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് മനുഷ്യനിൽ നിന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ദൈവം അനുവദിക്കുന്നത്? അത് ദൈവത്തിൻ്റെ ശക്തി അറിയാനാണ്, ദൈവത്തിലേക്ക് നോക്കാനാണ്, ദൈവത്തിൻ്റെ പരിപാലന മനസ്സിലാക്കാൻ വേണ്ടിയാണ് മനുഷ്യരിലൂടെയുള്ള പരിപാലനകൾ ചിലപ്പോൾ ദൈവം പിൻവലിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ദുഃഖിച്ചിരിക്കുന്നത് മനുഷ്യരിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന സകല ദുഃഖകരമായ അനുഭവങ്ങളിലൂടെയും ദൈവം നമ്മളെ വിളിക്കുന്നത് ദൈവത്തിലേക്ക് നോക്കുവാൻ പഠിക്കുവാനാണ്. ദൈവത്തിലേക്ക് നോക്കാൻ നമ്മൾ പരാജയപ്പെടുന്നത് കൊണ്ട് നമ്മൾ ദുഃഖിതരും നിരാശരും സങ്കടം നിറഞ്ഞ മനുഷ്യരുമായിട്ട് മാറുകയാണ്. ഇതല്ല ദൈവം വിശ്വാസികളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സന്തോഷത്തിൻ്റെ, നമ്മുടെ സമാധാനത്തിൻ്റെ, നമ്മുടെ ശക്തിയുടെ അടിസ്ഥാനം മറ്റു മനുഷ്യരാകാൻ പാടില്ല. അവരുടെ നമ്മളോടുള്ള പെരുമാറ്റമാകാൻ പാടില്ല. അവരെങ്ങനെ ജീവിക്കുന്നു എന്നതിലല്ല, നമ്മളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലല്ല നമ്മുടെ സന്തോഷം ഇരിക്കേണ്ടത്. മറിച്ച് നമ്മുടെ ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു, നമ്മുടെ ദൈവം നമ്മളെ എങ്ങനെ കരുതുന്നു എന്നതിലായിരിക്കണം ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനമുണ്ടാകേണ്ടത്. അപ്പം ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നാൽ ആളുകൾ നമ്മുടെ പക്ഷത്തില്ലെങ്കിലും നമ്മൾ തകർന്നു പോകേണ്ട കാര്യമില്ല. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 31 പറയുന്നുണ്ട്, കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? ഒരു രൂപ പോലും മൂലധനമില്ലാതെ ഷാലോം ടെലിവിഷൻ ആരംഭിക്കുമ്പോൾ അന്ന് നമ്മുടെ മുദ്രാവാക്യമായി നമ്മൾ സ്വീകരിച്ചത് ഈ വചനമായിരുന്നു, കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും? അപ്പോൾ ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ടത്. ഈ ലോകം മുഴുവനും നമ്മുടെ പക്ഷത്തുണ്ടായിട്ടും ദൈവം നമ്മുടെ കൂടെയില്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലെ ഏറ്റവും ദുർബലനായ ദൗർഭാഗ്യമുള്ള മനുഷ്യനായിട്ട് മാറുകയാണ്. അപ്പോൾ ദൈവം കൂടെ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ, ദൈവം മതിയായവനാണെന്ന് തിരിച്ചറിയുമ്പോൾ സാഹചര്യങ്ങൾ എതിരാണെങ്കിലും നമ്മൾ പതറിപ്പോകുകയില്ല. അപ്പം നമ്മുടെ നോട്ടം ദൈവത്തിലേക്ക് നോക്കണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം വൈകിയിട്ടില്ല. ദൈവത്തിന് സഹായിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളില്ല. ദൈവത്തിന് ഇടപെടാൻ കഴിയാത്ത പ്രതിസന്ധികളില്ല. ദൈവത്തിന് സുഖപ്പെടുത്താൻ കഴിയാത്ത മുറിവുകളില്ല. ദൈവത്തിന് തിരിച്ചു തരാൻ കഴിയാത്ത നഷ്ടങ്ങളില്ല. ദൈവത്തിന് പണിതുയർത്താൻ കഴിയാത്ത തകർച്ചകളില്ല. ദൈവം സർവശക്തനാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രത്യാശയോടെ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കുമ്പോഴാണ് നമുക്ക് ശക്തരും ധീരരുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാനായിട്ട് പോവുകയാണ്. ആ വിശുദ്ധ പദ പ്രഖ്യാപനത്തിന് ഇത്രയേറെ സ്പീഡ് ഉണ്ടാകാൻ കാരണം ഒരു രോഗശാന്തിയാണ്. ഈ രോഗശാന്തി നടന്നത് മധ്യ അമേരിക്കയിലെ കോസ്റ്റാറിക്ക എന്ന് പറയുന്ന രാജ്യത്താണ്. അവിടെ ഭർത്താവും ഒന്നിച്ച് പ്രൈവറ്റായിട്ട് ഒരു ഇൻഷുറൻസ് കമ്പനി നടത്തിക്കൊണ്ടിരുന്ന 50 വയസ്സുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഫ്ലോറി ബെത്ത് മോറെ. ഒരു രാത്രിയിൽ ഈ ഫ്ലോറി ബെത്ത് മോറയ്ക്ക് അതിശക്തമായ തലവേദന. രാത്രിയിൽ ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. രാവിലെ ആയപ്പോഴേക്കും വേദന കൂടി വരികയാണ്. അങ്ങനെ രാവിലെ തന്നെ ഇവർ പട്ടണത്തിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലേക്ക് പോയി. ഈ സ്ത്രീ വിചാരിച്ചു തലവേദനയ്ക്കുള്ള എന്തെങ്കിലും ഗുളികയും വാങ്ങി തിരിച്ചു പോരാൻ സാധിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഡോക്ടർമാർ പരിശോധിക്കും തോറും കൂടുതൽ
വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി ഇവരെ നിർദ്ദേശിച്ച് ഓരോ സ്ഥലത്തേക്ക് അയക്കുകയാണുണ്ടായത്. ഒടുവിൽ ഡോക്ടർമാർ ഞെട്ടിപ്പിക്കുന്ന ആ സത്യം തുറന്നു പറഞ്ഞു. അവരുടെ തലച്ചോറിൽ മാരകമായിട്ടുള്ള ക്ഷതം സംഭവിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ സാധ്യമല്ല, അതിന് ചികിത്സകളൊന്നുമില്ല. ഈ വാർത്ത കേട്ട് ഈ മകൾ ആദ്യമൊന്ന് ഭയപ്പെട്ടു പോയി. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇത്, മരണത്തെ മുന്നിൽ കാണാൻ ഒരുക്കുന്ന ഒരു രോഗാവസ്ഥ. ഡോക്ടർമാർ ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുമായി കൺസൾട്ട് ചെയ്തു. പക്ഷേ എല്ലാവരും ഒരേ രീതിയിൽ പറഞ്ഞു, ഇതിന് ചികിത്സയില്ല എന്ന്. അങ്ങനെ ചികിത്സയില്ലാത്ത ഈ മസ്തിഷ്ക ആഘാതത്തിലൂടെ ഈ വ്യക്തി മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരണം മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവളുടെ ഹൃദയം മുഴുവനും സങ്കടമാണ്. കാരണം 3 കൊച്ചു കുഞ്ഞുങ്ങൾ ജീവിച്ചു കൊതിമാറിയിട്ടില്ല. എല്ലാ കണക്കുകൂട്ടുകളും തെറ്റിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് വന്ന ഈ മസ്തിഷ്ക ക്ഷതം മരണത്തിന് കീഴ്വഴങ്ങിയല്ലാതെ യാതൊരു മാർഗവുമില്ല, ചികിത്സയില്ല. കുഞ്ഞുങ്ങളെ ഓർത്ത് അവളുടെ ഹൃദയം തേങ്ങിക്കരഞ്ഞു. ഏത് നിമിഷവും മരണം കടന്നു വരാം. അങ്ങനെ അവൾ രോഗശയ്യയിൽ മരണത്തെ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളിലാണ് TV-യിലൂടെ അവളൊരു വാർത്ത കണ്ടു. ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ 2011 മെയ് മാസം 1-ാം തീയതി ടെലിവിഷനിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്ന റോമിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങളുടെ ടെലികാസ്റ്റ് അവരുടെ രാജ്യത്തുണ്ടായി. അങ്ങനെ ഈ തിരുക്കർമ്മങ്ങളുടെ ഇടയിൽ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ ചിത്രങ്ങൾ ഇടയ്ക്കിടയ്ക്ക് TV സ്ക്രീനിൽ വരുമ്പോൾ ഇവൾ അവളുടെ വേദന മുഴുവനും ജോൺ പോൾ പാപ്പായോട് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഈ ദുഃഖം മുഴുവനും പാപ്പായോട് പറഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു, എന്നോട് കരുണയായിരിക്കണമേ എന്ന്. അങ്ങനെ അവൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ മാധ്യസ്ഥം തേടി കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ ടെലിവിഷൻ സെറ്റിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം അവളുടെ ഉള്ളിൽ മുഴങ്ങി. എഴുന്നേൽക്കുക, ഭയപ്പെടണ്ട. ഇതായിരുന്നു ശബ്ദം. എഴുന്നേൽക്കുക, ഭയപ്പെടണ്ട എന്ന ശബ്ദത്തിൻ്റെ ആജ്ഞാശക്തി കൊണ്ട് അവൾ അറിയാതെ കട്ടിലിൽ നിന്ന് ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് അവളുടെ ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നത് പോലെ അനുഭവം. തലയുടെ ഭാരവും അസ്വസ്ഥതയും വിട്ടുപോകുന്നു. മനസ്സിലും ശരീരത്തിലും സൗഖ്യത്തിൻ്റെ ഒരു അനുഭവം. അവൾ പെട്ടെന്ന് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും എല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണം, പരിശോധന നടത്തണമെന്ന്. അവർക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇവൾ വീണ്ടും വീണ്ടും നിർബന്ധിച്ചു, ദൈവം എന്നെ തൊട്ടിരിക്കുന്നു, എനിക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണം. അങ്ങനെ മോരെ ഭർത്താവും കുഞ്ഞുങ്ങളുമൊത്ത് ഹോസ്പിറ്റലിൽ ചെന്നു. വിദഗ്ധമായ പരിശോധനയ്ക്ക് വീണ്ടും വിധേയമായി. അപ്പോൾ അത്ഭുതപ്പെട്ടത് ഡോക്ടർമാരാണ്. ഡോക്ടർമാർ നോക്കുമ്പോൾ അവരുടെ രോഗം പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായിരിക്കും. മസ്തിഷ്ക ക്ഷതത്തിൻ്റെ ഒരു വടുപോലും ഒരിടത്തും അവശേഷിക്കാത്ത വിധത്തിൽ പരിപൂർണമായിട്ടുള്ള സൗഖ്യം. ഇതറിഞ്ഞപ്പോൾ ബോറെ വാവിട്ട് നിലവിളിക്കുകയാണ്. ദുഃഖം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. അവളുടെ ജീവിതം അവസാനിച്ചു എന്ന് അവൾ കരുതിയിരിക്കുകയായിരുന്നു. മരണം ഏത് നിമിഷവും പിടികൂടുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തകർന്ന നിമിഷങ്ങളിൽ അപ്രതീക്ഷിതമായി ടെലിവിഷനിലൂടെ കടന്നു വന്നൊരു പ്രോഗ്രാം അവളുടെ വിശ്വാസത്തെ ഉണർത്തി. വാഴ്ത്തപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ മാധ്യസ്ഥത്തിലൂടെ നടന്ന രോഗശാന്തിയെക്കുറിച്ച് കേട്ടപ്പോൾ അവളുടെ വിശ്വാസവും പ്രാർത്ഥനയും അത് ഉണർത്താൻ കാരണമായി. അവളും ടെലിവിഷൻ സെറ്റിനെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ആ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ കരുണ, സ്നേഹം ആ മകളെ തേടിയെത്തി. പരിപൂർണ സൗഖ്യം കിട്ടി. അവൾ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇനി ഒരിക്കലും പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് കരുതിയ നിമിഷങ്ങളിൽ ഇതാ പുതിയ പ്രതീക്ഷകളുമായിട്ട് ദൈവം കടന്നു വരികയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം. ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല, ഇനിയൊന്നും കാത്തിരിക്കാനില്ല, ഇനിയൊന്നും ചെയ്യാനില്ല, എല്ലാം കൈവിട്ടതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴും വിശ്വാസം, പ്രത്യാശ നമുക്ക് നൽകും. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ് പ്രത്യാശ എന്നാണ് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പോകുന്തോറും ഏറ്റവും പ്രതികൂലമായ സാഹചര്യങ്ങളിലും പ്രത്യാശയുള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ
അവർ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ 3 ദിവസം അലഞ്ഞു തിരിഞ്ഞ് നടന്നു ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി. ഒരിടത്തും വെള്ളം കിട്ടാനില്ല. അങ്ങനെ അവർ നിരാശരായി. അപ്പോൾ അവർ മോശയ്ക്ക് എതിരായിട്ട് പിറുപിറുക്കാൻ തുടങ്ങി. ഞങ്ങളെ ഈ മരുഭൂമിയിൽ കൊണ്ടുവന്ന് കൊല്ലുവാനാണോ നീ ഈജിപ്തിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നെന്ന് ചോദിച്ച് മോശയ്ക്കെതിരെയും അവർ മുറവിളി കൂട്ടുകയാണ്. ഈ സമയത്ത് ദൈവം മോശയോട് പറഞ്ഞു, നീ ഹോറബിലെ മലയുടെ മുമ്പിൽ ചെന്ന് പാറയോട് ആജ്ഞാപിക്കുക വെള്ളം നൽകാനായിട്ടെന്ന്. പ്രിയപ്പെട്ടവരെ, ആ പാറ പിളർന്ന് ഇസ്രായേൽക്കാർക്ക് ദൈവം കുടിക്കാൻ ജലം നൽകിയെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഒരിക്കലും പാറ ജലം നൽകുവാൻ കഴിവുള്ള ഒരു സ്രോതസ്സല്ല, സ്ഥലമല്ല. ഒരിക്കലും പ്രതീക്ഷിക്കാൻ പോലും പറ്റുകയില്ല പാറയ്ക്കുള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടുമെന്ന്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാൻ ഇടയില്ലാത്തിടത്തു നിന്നും പ്രതീക്ഷ നൽകുന്നവനായ ദൈവം പാറ പിളർന്ന് ജലം നൽകിക്കൊണ്ട് തൻ്റെ അത്ഭുതകരമായ സ്നേഹത്തിനും കരുതലിനും ശക്തിക്കുമെല്ലാം സാക്ഷ്യം നൽകുകയാണ് അവിടെ ചെയ്തത്. അതായത് സ്നേഹം പ്രതീക്ഷിക്കാൻ ഇടയില്ലാത്തിടത്ത് നിന്ന് സ്നേഹം നൽകുവാൻ, സഹായം പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാത്തിടത്ത് സഹായം നൽകുവാൻ, രക്ഷയ്ക്ക് വേണ്ടി പ്രതീക്ഷ അറ്റ സമയത്ത് രക്ഷ നൽകുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. അതുകൊണ്ട് സാഹചര്യങ്ങൾ എന്തു പറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. മനുഷ്യര് എന്തു പറയുന്നു എന്ന് ചിന്തിക്കരുത്. നമ്മുടെ ബുദ്ധി എന്തു പറയുന്നു എന്ന് ചിന്തിക്കരുത്. മറിച്ച് നമ്മുടെ ദൈവം എന്തു പറയുന്നു എന്ന് ചിന്തിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം. ചെറുതും വലുതുമായ സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ തിരുമനസ് അന്വേഷിക്കുന്ന, ദൈവത്തിലേക്ക് നോക്കുന്ന ഒരു മനസ്സ് രൂപപ്പെട്ടാലാണ് പ്രതികൂലങ്ങളുടെ നടുവിലും തളർന്നു പോകാതെ തകർന്നു പോകാതെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ബെനഡിക്ട് 16 പാപ്പ സ്പേസ് ആൽവി എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം എഴുതിയിട്ട് പ്രത്യാശയിൽ രക്ഷ. അതിൽ പറയുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ വളർച്ചയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസി എപ്പോഴും പ്രത്യാശയുള്ളവനായിരിക്കണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രത്യാശയുള്ളവരായിരിക്കണം. പല വിശ്വാസികൾക്കും അവർ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞാലും ഒരു കാര്യത്തിലും പ്രത്യാശയില്ല. മക്കളെക്കുറിച്ച് പ്രത്യാശയില്ല, ജീവിത പങ്കാളിയെക്കുറിച്ച് പ്രത്യാശയില്ല, ഭാവിയെക്കുറിച്ച് പ്രത്യാശയില്ല. എല്ലായിടത്തും നെഗറ്റീവായ ചിന്തകൾ താലോലിച്ചുകൊണ്ട് ജീവിക്കുകയും അതേ സമയത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെ വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ വിശ്വാസമുള്ള വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അടയാളങ്ങളിൽ ഒന്ന് പ്രത്യാശയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി ജീവിക്കുമ്പോഴും അവരെക്കുറിച്ച് പ്രത്യാശിക്കാൻ സാധിക്കണം. ദൈവം അവരെ തൊടും, ദൈവം അവരെ തിരിച്ചു കൊണ്ടുവരും, ദൈവം അവരെ അനുഗ്രഹിക്കും എന്ന് പ്രത്യാശിക്കാൻ കഴിയുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം എൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കും, ദൈവം എൻ്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കും, ദൈവം എൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തെ അനുഗ്രഹിക്കും, ദൈവം എനിക്ക് നന്മ നൽകും എന്നൊക്കെ വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം ദുർബലമാണ്. അപ്പം പ്രത്യാശയുണ്ടെങ്കിലാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ചിലപ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും തോറും ജീവിതത്തിലെ പ്രശ്നങ്ങൾ സങ്കീർണമായിട്ട് മാറുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകാം. പ്രാർത്ഥിക്കും തോറും പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. നമ്മുടെ പ്രാർത്ഥന ഒരിടത്തും എത്തുന്നില്ല, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല, ദൈവം പോലും കൈവിട്ടു എന്ന് തോന്നുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും നമ്മൾ പ്രത്യാശയുള്ളവരായിട്ട് മാറണം. കാരണം ദൈവം വളഞ്ഞ വരയിലൂടെ നേരെ എഴുതും. ദൈവത്തിൻ്റെ മുമ്പിൽ ഉയർത്തപ്പെടുന്ന ഒരു പ്രാർത്ഥന പോലും കേൾക്കാതിരിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രീതിയിൽ ദൈവം ഇടപെടാത്തത് കൊണ്ട് ദൈവം കൈവിട്ടു എന്ന് ചിന്തിച്ചു പോകുന്നതിനകത്ത് അർത്ഥമല്ല. വിശുദ്ധ മോനിക്കയുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. വിശുദ്ധ മോനിക്ക അഗസ്റ്റിന് വേണ്ടി അനേക വർഷം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു എന്ന് നമുക്കറിയാം. വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ അഗസ്റ്റിനെ അല്പമെങ്കിലും സ്വാധീനിക്കാൻ കഴിവുള്ള ഏക വ്യക്തി ഈ അമ്മയായിരുന്നു. എന്തെല്ലാം വഴിതെറ്റി ജീവിച്ചെങ്കിലും അമ്മയോട് വലിയ സ്നേഹവും ബഹുമാനവും അഗസ്റ്റിനുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ അമ്മയുടെ സാന്നിധ്യത്തിൽ അഗസ്റ്റിൻ തളർന്നു പോകുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു അമ്മയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും അമ്മ ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും അഗസ്റ്റിൻ്റെ വഴിതെറ്റിയ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടായില്ല. വിശ്വാസത്തിലേക്ക് അഗസ്റ്റിൻ കടന്നു വന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോണിക്ക പുണ്യവതി ഒരു വാർത്ത കേൾക്കുന്നത്, ഇതാ അഗസ്റ്റിൻ കാർത്തേജ് വിട്ട് റോമിലേക്ക് പോകാൻ പോകുന്നു എന്ന്. ഇതറിഞ്ഞപ്പോൾ മോണിക്കായ്ക്ക് ആകപ്പാടെ വേവലാതിയായി. കാരണം ഞാൻ കൂടെ ഉണ്ടായിട്ടും ഇവൻ ഇത്രമാത്രം വഴിതെറ്റി ജീവിക്കുന്നു. ഇനി എൻ്റെ അടുത്തുനിന്ന് അവൻ അകന്നുപോയി ദൂരെ റോമിലേക്ക് പോയി കഴിഞ്ഞാൽ അവനെ നിയന്ത്രിക്കാൻ പിന്നെ ആരുമില്ല, അവൻ ബഹുമാനിക്കുന്ന ആരുമില്ല.
വലിയ പട്ടണത്തിലേക്ക് കടന്നു ചെന്നാൽ എൻ്റെ മകൻ എന്നേക്കുമായി നശിച്ചു പോകും. അതുകൊണ്ട് ഒരിക്കലും അവൻ റോമിലേക്ക് പോയിക്കൂടാ എന്ന് അമ്മ തീരുമാനിച്ചു. അമ്മ മകനെ കൊണ്ട് സത്യം ചെയ്തു, നീ എന്നെ വിട്ട് എങ്ങും പോകുകയില്ല എന്ന് സത്യം ചെയ്യണമെന്ന് പറഞ്ഞു. മകൻ സത്യവും ചെയ്തു. മകൻ്റെ റോമ യാത്ര ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി, അവൻ പോകാതിരിക്കാൻ വേണ്ടി രാത്രി മുഴുവനും വിശുദ്ധ സിപ്രിയാൻ്റെ കബറിടത്തിൽ കണ്ണീരൊഴുക്കി ഈ അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. രാവിലെ വരെ ഉറക്കമിളച്ച് ഇതുപോലൊരു ജാഗരണ പ്രാർത്ഥന മകൻ തന്നെ വിട്ട് പോകാതിരിക്കാൻ, തൻ്റെ കൂടെ എന്നും ജീവിക്കാൻ വേണ്ടി ആ അമ്മ നടത്തുകയാണ്. ജാഗരണ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് രാവിലെ അന്വേഷിച്ചപ്പോഴാണ് കഥ അറിയുന്നത്, ആ രാത്രിയിൽ തന്നെ വാഗ്ദാനം ലംഘിച്ചുകൊണ്ട് അഗസ്റ്റിൻ റോമിലേക്ക് കപ്പൽ കയറിയെന്ന്. ഇതറിഞ്ഞപ്പോൾ മോണിക്കയുടെ ഹൃദയം തകർന്നു. മോണിക്കയ്ക്ക് നിരാശയായി. രാത്രി മുഴുവനും സിപ്രിയാൻ്റെ കബറിടത്തിലിരുന്ന് കണ്ണുനീരോടെ നിലവിളിച്ച് മകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ അതിന് നേരെ തിരിഞ്ഞ സംഭവം ആ രാത്രിയിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ മനോഹരമായ വഴിയായിരുന്നു റോമിലേക്കുള്ള യാത്ര എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ റോമിലേക്ക് പോയ അഗസ്റ്റിൻ മിലാനിലെത്തി വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടു. പിൽക്കാലത്തും അമ്മയുടെ ലക്ഷ്യം മകൻ്റെ നന്മയായിരുന്നു. പക്ഷെ അമ്മ ഉദ്ദേശിച്ചതുപോലെ അമ്മ വിചാരിച്ചു, എൻ്റെ കൂടെ നിന്നാലേ എൻ്റെ മകൻ രക്ഷപ്പെടുകയുള്ളൂ. പക്ഷേ ദൈവത്തിനറിയാം എവിടെയാണ് അവന് തൊടേണ്ടതെന്ന്, എവിടെയാണ് അവനായിരിക്കേണ്ടതെന്ന്. അതുകൊണ്ട് നമ്മുടെ പദ്ധതികൾക്ക് വിരുദ്ധമായി ചിലപ്പോൾ ദൈവം ഇടപെടും നമ്മുടെ ജീവിതത്തിൽ. അപ്പോഴും നമ്മൾ വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമ്മൾ കാത്തിരിക്കുക വേണ്ടത്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. ഒന്നിനും നിരാശപ്പെടുത്താൻ കഴിയാത്ത ഒരു വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മാറണം. സാഹചര്യങ്ങൾ എങ്ങനെ കലങ്ങിമറിഞ്ഞാലും ഇളകിമറിഞ്ഞാലും ഒരിക്കൽ ഇളകാത്ത മാറ്റമില്ലാത്തവനായ കർത്താവിൻ്റെ അചഞ്ചലമായ സ്നേഹത്തിലും വിശ്വസ്തതയിലും ഉറപ്പുള്ള ഒരു മനസ്സ് നമ്മൾ രൂപപ്പെടുമ്പോൾ പ്രശ്നങ്ങൾക്കും വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും നമ്മളെ തകർത്ത് കളയാൻ കഴിയാത്ത വിധത്തിൽ കരുത്തരായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് ശാലോമിൻ്റെ ആത്മീയ പിതാവായിരുന്ന മോൺസിഞ്ഞോർ സിജ വർക്കിച്ചൻ്റെ കൂടെ നോർത്ത് ഇന്ത്യയിൽ ഒരു ധ്യാന ശുശ്രൂഷകൾക്കായിട്ട് പോയി. വൈകുന്നേരം ഒരു പട്ടണത്തിൽ സായാഹ്ന ബൈബിൾ കൺവെൻഷനാണ്. പക്ഷെ പകൽ സമയത്ത് അവിടെ നിന്നും 10-25 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ, ഒരു രോഗശാന്തി പ്രാർത്ഥനയുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും കൂടി അവിടെ എത്തി. ഒരുപാട് മനുഷ്യർ അവിടെ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. അച്ഛൻ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു. ധാരാളം പേർക്ക് രോഗശാന്തി കിട്ടി. കട്ടിലിൽ എടുത്തുകൊണ്ടുവന്ന പല വ്യക്തികളും, തളർവാദ രോഗികളെല്ലാം എഴുന്നേറ്റ് നടന്നു. വലിയ സന്തോഷം ജനങ്ങൾക്ക്. 3:30 ആയപ്പോഴേക്കും ഈ ശുശ്രൂഷകൾ അവസാനിപ്പിച്ചു. കാരണം ഞങ്ങൾക്ക് അപ്പോൾ തന്നെ അവിടെ നിന്ന് യാത്ര ചെയ്താലേ വൈകുന്നേരത്തെ ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് എത്താൻ പറ്റുകയുള്ളൂ. പക്ഷെ അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് തിരക്ക് പിടിച്ച് കാറിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് ഒരു സാധു സ്ത്രീ തൻ്റെ കുഞ്ഞുമായിട്ട് വരികയാണ്. എൻ്റെ അടുത്ത് വന്ന് ആ സ്ത്രീ എന്തോ കരഞ്ഞു പറഞ്ഞു. ഹിന്ദിയിലാണ് പറഞ്ഞത്, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അടുത്തു നിന്ന വ്യക്തിയോട് ഞാൻ മലയാളിയോട് ചോദിച്ചു, എന്താണ് ഈ സഹോദരി പറയുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഇവിടെ യേശു ഭഗവാൻ രോഗികളെ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് കേട്ട് അനേക കിലോമീറ്റർ നടന്ന് കഷ്ടപ്പെട്ടാണ് ഈ സഹോദരി ഇവിടെ എത്തിയത്. അവരുടെ കുഞ്ഞിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. കുട്ടികൾ കളിക്കുമ്പോൾ മൂത്ത മകൻ ഒരു കോല് വെച്ച് കുത്തിയതാണ്. അങ്ങനെ ഇളയ മകൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. ഈ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് ഇവർ കഷ്ടപ്പെട്ട് വന്നത്. ഇവിടെ ഒത്തിരി പേർക്ക് സൗഖ്യം കിട്ടുന്ന കണ്ടു, പക്ഷേ എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരി കരയുകയാണ്. അവരുടെ സങ്കടം കണ്ടു എനിക്കും വളരെ വേദന തോന്നി. ഞാൻ വെറുതെ തലയിൽ കൈവച്ച് കൊച്ചിൻ്റെ പ്രാർത്ഥിച്ചു. ഉടൻ തന്നെ കാറിൽ കയറി ആ സ്ഥലത്തുനിന്ന് പോന്നു. എൻ്റെ മനസ്സിൽ അവരുടെ കരച്ചിൽ ഇങ്ങനെ ഒരു നീറ്റിലായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് കൊച്ചിൻ്റെ കണ്ണിൻ്റെ രോഗമൊന്നും മാറിയില്ല, കാഴ്ചശക്തിയൊന്നും കിട്ടിയില്ല. പക്ഷെ പിന്നീട് ഞാൻ അത്ഭുതകരമായൊരു സംഭവം അറിഞ്ഞു. ആളുകളെല്ലാം പ്രാർത്ഥനാ ശുശ്രൂഷ കഴിഞ്ഞ് പിരിഞ്ഞു പോയിട്ടും ഈ സഹോദരിയും കുഞ്ഞും അവിടെ തന്നെ നിന്നു. സംഘാടകർ വന്ന് പറഞ്ഞു, ഇനി ഇവിടെ പരിപാടിയൊന്നുമില്ല, എല്ലാവരും തിരിച്ചു പോയി, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുമ്പോൾ ആ സ്ത്രീ കരയാൻ തുടങ്ങി.
എൻ്റെ കൊച്ചിൻ്റെ കണ്ണിന് കാഴ്ചശക്തി കിട്ടിയിട്ടേ ഞാൻ തിരിച്ചു പോകുകയുള്ളൂ. എന്തു പറഞ്ഞിട്ടും അവർ തിരിച്ചു പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവർ പല വിധത്തിലും ആശ്വസിപ്പിച്ചൊക്കെ നോക്കി, പക്ഷെ ഇവർ പോകുന്നില്ല. അങ്ങനെ സമയം കടന്നുപോയി, സന്ധ്യയായി. എന്നിട്ടും ഈ സ്ത്രീയും കുഞ്ഞും ആ ഗ്രൗണ്ടിൽ വെറുതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. യേശു ഭഗവാൻ വന്ന് കൊച്ചിൻ്റെ കണ്ണിനെ തൊടണം, കാഴ്ചശക്തി കിട്ടണം. ഒടുവിൽ കുറേ നേരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. പക്ഷെ ഇവർ അവിടെ തന്നെ ഇരുന്ന് കരയുക. പ്രിയപ്പെട്ടവരെ, ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. ഒരു മനുഷ്യൻ വന്ന് ഈ കുഞ്ഞിൻ്റെ കണ്ണിൽ തൊടുന്ന ഒരു അനുഭവം ഉണ്ടായി. പെട്ടെന്ന് ആ കൊച്ചിന് കാഴ്ചശക്തി കിട്ടി. പ്രിയപ്പെട്ടവരെ, ദൈവം അവളുടെ നിലവിളിക്ക് മുമ്പിൽ ഇറങ്ങി വരികയാണ്. ഒരു ധ്യാനഗുരുവും കൈവച്ച് പ്രാർത്ഥിച്ചപ്പോഴല്ല, ഒരു രോഗശാന്തി ശുശ്രൂഷയിലും പങ്കെടുത്തപ്പോഴല്ല ആ കുഞ്ഞിന് രോഗശാന്തി കിട്ടിയത്. മറിച്ച് അവളുടെ ലളിതമായ വിശ്വാസത്തിൻ്റെ മുമ്പിൽ, നിലവിളിയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വരികയായിരുന്നു. എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താതെ ഞാനിവിടെ നിന്ന് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗ്രൗണ്ടിൽ കുത്തിപ്പിടിച്ചിരുന്നപ്പോൾ അവളുടെ വാശിയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുകയായിരുന്നു. നമുക്കും ഇതുപോലെ ജീവിതത്തിൽ പലതിനും വേണ്ടി നമ്മൾ വാശി പിടിക്കാറുണ്ട്, പലരോടും നമ്മൾ വാശി പിടിക്കാറുണ്ട്. പക്ഷേ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പലപ്പോഴും നമ്മൾ ഇതുപോലെ വാശി പിടിക്കാറില്ല. കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ വേണ്ടിയുള്ളൊരു വാശി നമുക്ക് വേണം. ഏത് വിധത്തിലും എൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് വേണം, എൻ്റെ ദൈവത്തിൻ്റെ ആശീർവാദം എനിക്ക് വേണം എന്നുള്ള ഒരു വാശി നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പ്രാർത്ഥനയിൽ തീഷ്ണമായ വാശിയോടെ തന്നെ നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരുണയുടെ കരങ്ങൾ നമ്മുടെ മേൽ നീട്ടപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ദൈവം മറ്റെന്തിനേക്കാളും ഏറെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ പ്രത്യാശ നൽകുന്ന വിശ്വാസമാണ്. നമുക്കറിയാം, അപ്പോസ്തലന്മാർ യേശുവിനെ തള്ളിപ്പറഞ്ഞു. കുരിശുമരണത്തിൻ്റെ സമയത്ത് എല്ലാവരും ഉപേക്ഷിച്ച് ഒളിച്ചോടിപ്പോയി. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം അവരെ ആരെയും വഴക്ക് പറഞ്ഞില്ല. എങ്കിലും പത്രോസെ, നീ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ അന്ത്രയോസെ, നീ ഇങ്ങനെ ചെയ്തല്ലോ, ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നൊന്നും ഒരു വാക്ക് പോലും അപ്പോസ്തലന്മാരെ കുറ്റപ്പെടുത്തിയില്ല. പക്ഷേ അപ്പോസ്തലന്മാരെ ഒരു കാര്യത്തിൽ കുറ്റപ്പെടുത്തി, അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച്. യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പോലും വിശ്വസിക്കാത്ത കഠിനഹൃദയത്തെക്കുറിച്ച് പറഞ്ഞ് യേശു കുറ്റപ്പെടുത്തി. അപ്പം യേശു നമ്മുടെ കഴിഞ്ഞ കാലത്തെ പാപങ്ങളുടെ പേരിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ പോകുന്നു, നമ്മുടെ ബലഹീനതയുടെ പേരിൽ കുറ്റപ്പെടുത്താൻ പോകുന്നില്ല. പക്ഷേ നമ്മുടെ വിശ്വാസമില്ലായ്മയുടെ പേരിൽ കുറ്റപ്പെടുത്തും. അപ്പം വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദൈവത്തിൻ്റെ കരുണയിലും ദൈവത്തിൻ്റെ രക്ഷയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് ദൈവത്തിന് ഒത്തിരി വേദന നൽകുന്ന കാര്യമാണ്. ഏത് ബന്ധത്തിലാണെങ്കിലും നമ്മളെ ഒരാൾ വിശ്വസിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമുക്ക് വേദന തോന്നും. ജീവിത പങ്കാളി വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് ആ കുടുംബത്തിലെ വലിയൊരു നൊമ്പരവും ദുരന്തവുമാണ്. അപ്പോൾ എവിടെയും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളെ ആളുകൾ വിശ്വസിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ദൈവവും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നൊരു മേഖല ദൈവത്തിൻ്റെ കരുണയിലും നന്മയിലും ശക്തിയിലും സ്നേഹത്തിലും ദൈവത്തിൻ്റെ മക്കൾ വിശ്വസിക്കാതെ നിരാശയിലും ദുഃഖത്തിലുമൊക്കെ ജീവിക്കുമ്പോഴാണ്. അതാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഒരുപാട് നൊമ്പരം നൽകുന്നത്. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയം പ്രത്യാശ കൊണ്ട് നിറയണം. നമ്മുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച്, നമ്മുടെ എല്ലാ പദ്ധതിയിലും നമുക്ക് പ്രത്യാശയുള്ളവരായിട്ട് മാറണം. എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എൻ്റെ ഭാവിയെ ആശീർവദിക്കും, എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കും. പ്രത്യാശ നിറഞ്ഞ ഒരു ഹൃദയവുമായിട്ട് വേണം ഈ രാത്രിയിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസത്തിൽ വന്ന ഒരു തകർച്ചയെക്കുറിച്ച് കൂടി ഞാനിവിടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ശാലോം TV തുടങ്ങുവാനുള്ള പ്രചോദനം നൽകിയപ്പോൾ ₹1 പോലും കയ്യിലുണ്ടായിരുന്നില്ല. എങ്കിലും ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവം മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെ 2004 സെപ്റ്റംബർ മാസം ആയപ്പോഴേക്കും ടെലിവിഷൻ ചാനലിനുള്ള ലൈസൻസ് കിട്ടി. പ്രോഗ്രാമുകളൊക്കെ റെഡിയായി, എല്ലാം റെഡിയായി. പക്ഷേ അപ്പോൾ എൻ്റെ വിശ്വാസത്തിൽ എനിക്കൊരു തകർച്ച വന്നു. കാരണം മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരായ പലരും എനിക്കൊരു ഉപദേശം തന്നു. ഒരു 3 മാസമെങ്കിലും ഈ ചാനൽ പ്രവർത്തിപ്പിക്കാനുള്ള പണം കയ്യിലുണ്ടായിട്ട് മാത്രമേ ഉദ്ഘാടനം നടത്താവൂ.
അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്തി കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ ചാനൽ നടത്താൻ പണമില്ലാതായാൽ നാണക്കേടാകും. അതുകൊണ്ട് 3 മാസത്തെ പണമെങ്കിലും കയ്യിലുണ്ടായിട്ട് ഉദ്ഘാടനം ചെയ്താൽ മതി എന്ന് പലരും പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്ന് എനിക്ക് തോന്നി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാം കഴിഞ്ഞു, ലൈസൻസും കിട്ടി. പക്ഷെ അക്കൗണ്ടിലേക്ക് നോക്കിയപ്പോൾ പണമില്ല. അന്ന് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഒരു ദിവസം 1 ലക്ഷം രൂപ വെച്ച് വേണം ഈ ചാനൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒട്ടും പണമില്ലാത്തൊരു സാഹചര്യം വന്നു. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പണമുണ്ടായിട്ട് ഉദ്ഘാടനം ചെയ്യാമെന്നുള്ള കരുതിയിൽ പണമുണ്ടാകാൻ വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. ഉദ്ഘാടനം ഡേറ്റ് പ്രഖ്യാപിക്കാൻ തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകാൻ തുടങ്ങി. നാളുകൾ കഴിയും തോറും ശാലോമിൻ്റെ സാമ്പത്തിക അവസ്ഥ തകരാൻ തുടങ്ങി. ഒരു ഡൊണേഷൻ പോലും ആരും തരാത്ത അവസ്ഥകൾ. ചാനലിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചു, പക്ഷേ അത് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഇനി ഒരിക്കലും ഈ ചാനൽ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചു. കാരണം ഇത്രയും ചെലവുള്ള ഒരു പ്രവർത്തനത്തിന് അക്കൗണ്ടിൽ ഒന്നുമില്ലാതെ എങ്ങനെ തുടങ്ങാൻ പറ്റും? ആകെ വിഷമിച്ചു. കാരണം കർത്താവ് പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഇത്രയും കാര്യങ്ങളിൽ ദൈവം പരിപാലിച്ചു, എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ലൈസൻസും കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ആരംഭിക്കാൻ മാത്രം ദൈവം എന്തുകൊണ്ട് പണം തരുന്നില്ല? അങ്ങനെ ഒരു ദിവസം ഞാൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ ഹൃദയത്തിൽ ഞാൻ കേൾക്കുകയാണ്. കർത്താവ് ചോദിക്കുകയാണ്, 1 രൂപ പോലും കയ്യിലില്ലാത്തപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നിനക്ക് ധൈര്യമുണ്ടായി. പക്ഷെ ഉദ്ഘാടനമായപ്പോൾ നീ അക്കൗണ്ടിലേക്ക് നോക്കി, പണത്തിലേക്ക് നോക്കി, നീ വിശ്വാസം നഷ്ടപ്പെടുത്തി. അപ്പോൾ എനിക്ക് എൻ്റെ മണ്ടത്തരം ഞാൻ മനസ്സിലാക്കി. അതുവരെയും പണത്തെ നോക്കാതെ ദൈവം പറഞ്ഞത് മാത്രം നോക്കി വിശ്വാസത്തിൽ ഓരോ സ്റ്റെപ്പും വെച്ചപ്പോൾ എല്ലാം മനോഹരമായിരുന്നു. പക്ഷേ അവസാനം അക്കൗണ്ടിലേക്ക് നോക്കിയപ്പോൾ എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ദൈവത്തിന് അതിൽ ഒരുപാട് വേദനയുണ്ട് എന്ന് തോന്നി. അതായത് 3 മാസത്തേക്കുള്ള പ്രവർത്തനത്തിനുള്ള സമ്പത്ത് സമാഹരിച്ചതിന് ശേഷം മതി ഉദ്ഘാടനം എന്ന് തീരുമാനിച്ചതിൽ ദൈവത്തിലുള്ള അവിശ്വാസമാണത്. ദൈവം പരിപാലിക്കും അടുത്ത മാസത്തേക്ക് എന്ന് ചിന്തിക്കാൻ അന്ന് സാധിച്ചില്ല. കർത്താവ് അതിലൊത്തിരി ദുഃഖിതനാണെന്ന് മനസ്സിലാക്കി ഞാൻ കർത്താവിനോട് സോറി പറഞ്ഞു. എന്നിട്ട് ആ ദിവസങ്ങളിൽ തന്നെ ശാലോം ടിവിയുടെ ഉദ്ഘാടനം പ്രഖ്യാപിക്കുകയാണ്. ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ശാലോമിൻ്റെ അക്കൗണ്ടിൽ 80,000 രൂപ മാത്രമാണുള്ളത്. 80,000 രൂപ കൈമുതലായി എങ്ങനെ ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങാൻ പറ്റും? തുടങ്ങുന്ന ദിവസം തന്നെ അത് അടച്ചുപൂട്ടേണ്ടി വരും. എങ്കിലും വിശ്വസിക്കുവാൻ തീരുമാനിച്ചു. ദൈവം കൈവിടുകയില്ല, ദൈവം വിശ്വാസത്തിൻ്റെ വഴിയാണ് ആഗ്രഹിക്കുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ 80,000 രൂപയുടെ നീക്കിയിരിപ്പുമായി ശാലോം ടിവിയുടെ ഉദ്ഘാടനം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഉദ്ഘാടനം നടന്നു. ഉദ്ഘാടന ദിവസം ശാലോമിൻ്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് 4 ലക്ഷം രൂപയാണ്. 4 ദിവസത്തേക്ക് ചാനൽ നടത്തുവാനുള്ള പണം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദൈവം ക്രമേണ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. ഇന്ന് 10ാമത്തെ വർഷത്തിലേക്ക് ചാനൽ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ കോടി രൂപ ഈ വർഷങ്ങളിൽ ഈ ചാനലിന് വേണ്ടി ദൈവം ഒരുക്കി തന്നു. ഒരിക്കലും ഭൂരിപക്ഷം നാളുകളിലും 2 മാസത്തേക്കുള്ള പണം ശാലോമിൽ ഉണ്ടായിട്ടില്ല. അന്നന്നത്തുള്ള അപ്പം മാത്രമാണ് ഇന്നും കർത്താവ് നൽകാറുള്ളത്. നാളെ ദൈവം നൽകുന്നില്ലെങ്കിൽ 1 മാസം കൊണ്ട് ശാലോം ടിവി പൂട്ടിപ്പോകാം. പക്ഷേ ഒരിക്കൽ പോലും ഒന്നിനും കുറവ് വരാതെ ദൈവം അന്നന്നത്തെ അപ്പം നൽകി ഈ നീണ്ട വർഷങ്ങളിലെല്ലാം ശാലോമിനെ പരിപാലിക്കുക. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനാണ്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാനാണ്. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് ചുവടുകൾ വെക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടലിൻ്റെ അടുത്തെത്തി. ചെങ്കടലിൻ്റെ അടുത്തെത്തി ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ പെട്ടെന്നറിയുന്നത് ഇതാ ഫറവോയുടെ മനസ്സ് മാറി, ഫറവോ അടിമകളെ തിരിച്ചു പിടിക്കാൻ വേണ്ടി സൈന്യവുമായിട്ട് ഓടിയെത്തി. ഇവരാകെ പരിഭ്രാന്തരായി. എന്തു ചെയ്യും? ഒരു വശത്ത് ആർത്തിരമ്പുന്ന ചെങ്കടൽ, മറുവശത്ത് ഇവരെ സംഹരിക്കാൻ വരുന്ന ഫറവോയുടെ സൈന്യം. ഓടി രക്ഷപ്പെടാൻ പോലും ഒരു സ്ഥലമില്ല. ഈ കടൽക്കരയിൽ ഇവർ മരിച്ചു വീഴുമെന്ന് കരുതി മോശ ആ വിഷമത്തിൽ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ മോശയോട് ദൈവം പറയുകയാണ്, നീ എന്തിന് എന്നെ വിളിച്ച് നിലവിളിച്ച് സമയം പാഴാക്കുന്നു? നീ ജനത്തോട് മുന്നോട്ട് നടക്കാൻ പറയുക എന്ന് പറയുന്നു. മോശ ജനത്തോട് മുന്നോട്ട് നടക്കാൻ പറയുന്നു. മുന്നോട്ട് നടക്കാൻ പറയുമ്പോഴും മുന്നിലുള്ളത് കടലാണ്. കടൽ വിഭജിക്കപ്പെട്ടിട്ടില്ല, അവിടെ വഴിയില്ല, ഒന്നുമില്ല. എന്നിട്ടും ദൈവം പറഞ്ഞപ്പോൾ ഒരു ഭോഷനെ പോലെ മോശ പറഞ്ഞു, മുന്നോട്ട് നടക്കുക. ജനം അത് വിശ്വസിച്ചു, മുന്നോട്ട് നടന്നു. അങ്ങനെ ജനം വിശ്വാസത്തിൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് കർത്താവ് അടുത്ത കാര്യം പറഞ്ഞത്, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് കടലിൻ്റെ നേരെ നീട്ടുക എന്ന്. അപ്പോഴാണ് കടൽ രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതും അവിടെ ഇസ്രായേൽക്കാർക്ക് രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടായതും. വഴി ഉണ്ടായിട്ടില്ല ഇസ്രായേൽക്കാർ നടക്കാൻ തുടങ്ങിയത്. വഴിയില്ലാത്തപ്പോൾ തന്നെ ദൈവം പറഞ്ഞതനുസരിച്ച് ഇസ്രായേൽക്കാർ നടക്കാൻ തുടങ്ങി. വിശ്വാസത്തിൽ നടക്കാൻ ആരംഭിച്ചപ്പോഴാണ് ദൈവം അവർക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുടങ്ങിയത്. നമ്മൾ വിചാരിക്കുക എല്ലാം ശരിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും ഒന്നും ശരിയാകാൻ പോകുന്നില്ല. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിട്ട് പ്രവർത്തിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. ഉള്ള സാഹചര്യത്തിൽ ഉള്ള വഴികളിൽ പ്രവർത്തിക്കാൻ ആരംഭിക്കുമ്പോഴാണ് ദൈവം മുന്നോട്ട് പോകാനുള്ള വെളിച്ചം നൽകുക. ദൈവം എപ്പോഴും ഒരു ചുവട് വെക്കാനുള്ള വെളിച്ചമേ നൽകുകയുള്ളൂ. വിശ്വാസത്തിൽ അത് വെക്കുമ്പോഴാണ് അടുത്ത ചുവട് ദൈവം കാണിച്ചു തരിക. അതുകൊണ്ട് നിങ്ങൾ 10 വർഷം കഴിഞ്ഞുള്ള നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഇപ്പോഴേ ഓർത്ത് ആകുലപ്പെടേണ്ട കാര്യമില്ല. ചിലർ വാർദ്ധക്യത്തെ ഓർത്ത് ആകുലപ്പെട്ടുകൊണ്ടിരിക്കും. വാർദ്ധക്യമാകുമ്പോൾ മക്കൾ നോക്കുമോ, കിടപ്പിലായി പോകുമോ, രോഗം വരുമോ, പലരുടെയും നല്ല കാലത്ത് തന്നെ ആകുലത തുടങ്ങിയ. എന്തിനാകുലപ്പെടണം? ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ വാർദ്ധക്യം സുരക്ഷിതമാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വാർദ്ധക്യത്തിലും നമുക്ക് സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നിൽ ജീവിക്കുക. ഇന്ന് ദൈവം പറയുന്നത് ചെയ്യുക. നാളെയെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ചിന്തകളും ആകുലതകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്നിൽ കർത്താവിൻ്റെ കരം പിടിച്ച് വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളത് തീർച്ചയാണ്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന്. അതുകൊണ്ട് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യർ സഹായിച്ചില്ലായിരിക്കാം, മനുഷ്യർ സ്നേഹിക്കുന്നില്ലായിരിക്കാം, മനുഷ്യർ മനസ്സിലാക്കുന്നില്ലായിരിക്കാം. അതിൻ്റെ പേരിൽ ഞാൻ തകർന്നു പോകേണ്ട കാര്യമില്ല. എന്നെ മനസ്സിലാക്കുന്ന ദൈവമുണ്ട്, എന്നെ കരുതുന്ന ദൈവമുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ദൈവമുണ്ട്, എന്നെ വളർത്തുന്ന ദൈവമുണ്ട്. ഞാൻ പിന്നെ എന്തിന് ഭയപ്പെടണം? നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ ഫോക്കസ് നമ്മൾ ദൈവത്തിലേക്ക് മാറ്റിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യം ദൈവത്തിന് അത്യാവശ്യമല്ല. നമ്മൾ വിചാരിക്കും, ഇത്രയും പണമുണ്ടെങ്കിൽ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, അല്ലെങ്കിൽ ഇന്ന ജോലി ഉണ്ടെങ്കിൽ, ഇന്ന കോഴ്സിൽ പോയി അഡ്മിഷൻ കിട്ടിയാൽ, ഇന്ന കാര്യം ശരിയായാൽ അപ്പോൾ മാത്രമേ എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കരുത്. എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഉറവിടം ദൈവമാണെങ്കിൽ ഏത് സാഹചര്യത്തിലും ഏത് മേഖലയിലും എൻ്റെ ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കുവാൻ സാധിക്കും. ചില വിചാരിക്കും, ഈ കോഴ്സിന് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി എന്നും. ശുദ്ധ മണ്ടത്തരമാണ്. ഏത് കോഴ്സ് എടുത്താലും കർത്താവിന് ഒരാളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം വട്ടപൂജ്യമാണ് ചിന്തിക്കരുത്. മറിച്ച് ദൈവത്തിന് ഈ ജോലി കിട്ടിയില്ലെങ്കിലും ഏത് ജോലിയാണെങ്കിലും എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ സാധിക്കും. ഈ കാര്യം ശരിയായില്ലെങ്കിൽ, ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം പോയി എന്ന് നമ്മൾ ചിന്തിക്കരുത്. അതൊക്കെ അങ്ങനെ ആയിരിക്കുമ്പോഴും എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ ചെന്നപ്പോൾ നയാഗര വെള്ളച്ചാട്ടം കാണാൻ പോയി. അപ്പോഴാണ് ഒരു നയാഗര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തൊരു മലയാളി കുടുംബം താമസിക്കുന്നുണ്ട്. അവർ ഭക്ഷണം കഴിക്കുവാനായിട്ട് വിളിച്ചു. അങ്ങനെ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ സഹോദരി എന്നോട് ചോദിച്ചു, സാർ എന്നെ അറിയുമോ എന്ന്. അപ്പം ഞാനെങ്ങനെ അറിയാൻ, ഒരു വഴിയും കാണുന്നില്ല എനിക്ക്. പക്ഷെ അവർ പരിചയപ്പെടുത്തി. അവരുടെ വീട് താമരശ്ശേരി ഭാഗത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് ഷാലോം ഇവിടെ പെരുവണ്ണാമൊഴിയിൽ ആരംഭിക്കുന്ന സമയത്ത് അവരും പിതാവും എന്നെ കാണുവാനായിട്ട് വന്നിരുന്നു. ആ സംഭവം ആ കുട്ടി വിവരിക്കുവാൻ തുടങ്ങി. സംഭവം പറഞ്ഞപ്പോൾ എനിക്ക് ആളെ ഓർമ്മ വന്നു. പ്രിയപ്പെട്ടവരെ, സംഭവം ഇതാണ്. അവരുടെ കുടുംബം സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കുടുംബമായിരുന്നു. മൂത്ത മകളെ BSc നഴ്സിങ്ങിന് വിട്ടു പഠിപ്പിച്ചു. രണ്ടാമത്തെ മകളാണ് ഇവളെ BSc നഴ്സിങ്ങിന് വിടാനുള്ള സാമ്പത്തിക ശേഷി ഇല്ല. അപ്പൻ പറഞ്ഞു, ജനറൽ നഴ്സിങ്ങിന് വിടാം, അവൾക്ക് അതുപോരാ, BSc നഴ്സിംഗ് തന്നെ വേണം. അപ്പോൾ അപ്പം പറഞ്ഞു, മോളെ അതിനുള്ള പണം നമുക്കില്ല, രണ്ടുപേരെയും കൂടെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുകയില്ല, അതുകൊണ്ട് ജനറൽ നഴ്സിങ്ങിന് പോകാമെന്ന് പറഞ്ഞ് അപ്പൻ പോയി
ഒരു കോളേജിൽ നേഴ്സിംഗ് അഡ്മിഷനൊക്കെ മേടിച്ചു. പക്ഷേ ഇവൾ പോകുകയില്ല, ഇവൾ കരച്ചിലാണ്, എനിക്ക് BSc നേഴ്സിംഗ് മതി. അങ്ങനെ ഇവൾ ഭക്ഷണം കഴിക്കാതെ വിഷമിച്ച് അങ്ങനെ 2-3 ദിവസം വീട്ടിൽ കിടന്നപ്പോൾ, അന്ന് ഷാലോം ഇവിടെ ആരംഭിച്ച സമയമാണ്, ഈ പിതാവ് ഈ മകളെയും കൊണ്ട് എൻ്റെ അടുക്കൽ കാണാനായിട്ട് വന്നു. ഇവളെ എങ്ങലടിച്ച് കരയുകയാണ്. ഇവൾക്ക് ഈ കോഴ്സിൽ പോകാൻ താല്പര്യമില്ല. അപ്പോൾ ഇവളെ എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇവളോട് പറഞ്ഞു, ദൈവത്തിന് മോളെ അനുഗ്രഹിക്കുന്നതിന് BSc നേഴ്സിംഗ് അത്യാവശ്യമൊന്നുമല്ല. ജനറൽ നേഴ്സിംഗ് ആണെങ്കിൽ ശരി, കർത്താവിന് മോളെ അനുഗ്രഹിക്കാൻ പറ്റും. ഈ വാക്ക് അവളുടെ ഹൃദയത്തിൽ സ്പർശിച്ചു. അവൾക്ക് പെട്ടെന്ന് ആ വിഷമമൊക്കെ പോയി. അങ്ങനെ അപ്പൻ പറഞ്ഞനുസരിച്ച് ഇവൾ ജനറൽ നേഴ്സിങ്ങിന് പോയി. അത് കഴിഞ്ഞ് അവളുടെ പഠനം കഴിഞ്ഞു. അവൾക്ക് വിദേശത്ത് പോകാൻ സാധിച്ചു. അവിടെ ചെന്ന് അവൾ നേഴ്സിംഗിൽ കൂടുതൽ ഉപരിപഠനങ്ങളൊക്കെ നടത്തി വളരെ നല്ല നിലയിൽ ജീവിക്കുകയാണ്. എന്നിട്ട് അവൾ പറഞ്ഞു, അന്ന് പറഞ്ഞ ആ ഒരു വാക്കാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദുഃഖം കളഞ്ഞത്. ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ BSc നേഴ്സിംഗ് വേണമെന്ന് നിർബന്ധമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഒന്നും ഒരു ഉപാധിയായി നമ്മൾ നിശ്ചയിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. ഇതുണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കരുത്. ദൈവമാണ് അനുഗ്രഹിക്കുന്നവൻ, ദൈവമാണ് അനുഗ്രഹത്തിൻ്റെ ഉറവിടം. നമുക്ക് ദൈവം നഷ്ടപ്പെടാതിരുന്നാൽ എവിടെയാണെങ്കിലും, എന്ത് ജോലിയാണെങ്കിലും, ഏത് കോഴ്സാണെങ്കിലും, ഏതവസ്ഥയാണെങ്കിലും അനുഗ്രഹീതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് പ്രത്യേകമായി കഴിവ് വേണമെന്നില്ല. എനിക്ക് മറ്റുള്ളവരെ പോലെ വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട്, കഴിവില്ലാത്തത് കൊണ്ട്, അറിവില്ലാത്തത് കൊണ്ട്, മറ്റുള്ളവർ ചെയ്യുന്ന ജോലി ചെയ്യാത്തത് കൊണ്ട് എൻ്റെ ജീവിതം അനുഗ്രഹീതമായി തീരില്ല എന്ന് ചിന്തിക്കരുത്. ഏതവസ്ഥയിലും കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രത്യാശ നിറഞ്ഞ മനസ്സുമായി നമ്മൾ ഈ രാത്രിയിൽ കർത്താവിൻ്റെ മുമ്പിലായിരിക്കണം. ഏതെങ്കിലും മേഖലയിൽ നിരാശ നിറഞ്ഞ ചിന്തയുണ്ടെങ്കിൽ അത് നീക്കിക്കളഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ തിരുമുമ്പിൽ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. നമ്മുടെ ദൈവം സർവശക്തനും കരുണ നിറഞ്ഞവനും വാക്കുമാറാത്തവനുമാണ്. അവിടുന്ന് ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല. കഴിഞ്ഞ കാല ജീവിതത്തിൽ വലിയ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, കണക്കുകൂട്ടുകൾ തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കാം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, ആഗ്രഹിച്ച പോലെ ആത്മീയ ജീവിതത്തിൽ വളരാൻ സാധിച്ചില്ലായിരിക്കാം, ഭൗതിക ജീവിതത്തിൽ വളരാൻ സാധിച്ചില്ലായിരിക്കാം, നമ്മുടെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ തരത്തിൽ അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടാകാം. എങ്കിലും നമ്മുടെ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കുവാൻ സമയം വൈകിയിട്ടില്ല. നമ്മുടെ ദൈവത്തിന് ഇനിയും നമ്മുടെ ജീവിതത്തെ ആശീർവദിക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട്, ഇങ്ങനെയൊക്കെ ആയിപ്പോയതുകൊണ്ട് ഇനി എനിക്ക് പ്രതീക്ഷിക്കാൻ ഒന്നുമില്ല എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഉപേക്ഷിക്കാം. എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എൻ്റെ ദൈവം കരുണയുടെ പിതാവാണ്. എൻ്റെ ദൈവം സർവശക്തനാണ്. എൻ്റെ കർത്താവിന് എൻ്റെ വരുംകാല ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. എൻ്റെ കർത്താവിന് എന്നെ വിശുദ്ധിയിൽ വളർത്താൻ സാധിക്കും. എൻ്റെ കർത്താവിന് എൻ്റെ കുടുംബത്തെ രൂപാന്തരപ്പെടുത്താൻ സാധിക്കും. എൻ്റെ കർത്താവിന് തകർന്നുപോയ ദാമ്പത്യ ബന്ധത്തെ പുനരുദ്ധരിക്കാൻ സാധിക്കും. എൻ്റെ കർത്താവിന് എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുവാൻ സാധിക്കും. വിശ്വസിക്കുക. അവിശ്വാസത്തിന്റെ വാക്കുകൾ നീങ്ങിപ്പോകട്ടെ, നിരാശ നിറഞ്ഞ ചിന്തകൾ നീങ്ങിപ്പോകട്ടെ. നമ്മുടെ ഭാവി ദൈവത്തിന്റെ ശക്തമായ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ്. എൻ്റെ ദൈവം എനിക്ക് മതിയായവനാണ്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഈ രാത്രിയിൽ എൻ്റെ എല്ലാ നിരാശയും ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ എല്ലാ ഭാരങ്ങളും ഞാൻ വിട്ടുതരുന്നു. നിന്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം ഞാൻ വിട്ടുതരുന്നു. നമുക്ക് നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈ കരങ്ങളോട് ചേർന്ന് ജീവിതത്തിന്റെ ഭാരങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും പരാജയങ്ങളും എല്ലാം നമുക്ക് വിട്ടുകൊടുത്തുകൊണ്ട് സ്തുതിക്കാം. എൻ്റെ കർത്താവെ നീ ഏറ്റെടുക്കണമേ, എൻ്റെ കർത്താവെ നീ ഏറ്റെടുക്കണമേ, എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ എന്നെ വിടുവിക്കണമേ, ഈ രാത്രിയിൽ നീ എന്നെ സന്ദർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ മക്കളിലേക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അങ്ങയുടെ മക്കളിലേക്ക് സ്നേഹത്തെ അയക്കണമേ. അങ്ങയുടെ മക്കളിലേക്ക് അവിടുത്തെ ശക്തി അയക്കണമേ. സ്വർഗീയ പിതാവേ, നിന്റെ മക്കളെ തൊട്ട് സുഖപ്പെടുത്തണമേ, തൊട്ട് സുഖപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഇവരുടെ കണ്ണുനീർ ഒപ്പണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന,
മക്കളുടെ ജീവിതം ഇന്ന് ആശീർവദിക്കപ്പെടട്ടെ. ഇവരുടെ മനസ്സിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തപ്പെടട്ടെ. കണ്ണുനീരുകൾ തുടച്ചു നീക്കപ്പെടട്ടെ. തളർന്ന മനസ്സുകൾ ബലം പ്രാപിക്കട്ടെ. ശക്തി കൊണ്ട് നിറയട്ടെ. സ്വർഗത്തിന്റെ ശക്തി, സ്വർഗത്തിന്റെ ശക്തി എല്ലാ മക്കളിലും നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിയാല ഹമദി നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. കർത്താവേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷകൻ. ഞങ്ങളുടെ ഏക പ്രത്യാശ അവിടുന്നാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമേ. യേശുവേ, യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. കർത്താവേ, ഞങ്ങളെല്ലാ പ്രത്യാശയും അങ്ങയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാ ഭാരങ്ങളും തരും മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ കഴിവുള്ളവൻ. അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് വിടുതൽ നൽകാൻ കഴിവുള്ളവൻ. അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് സൗഖ്യം നൽകുവാൻ ശക്തിയുള്ളവൻ. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രത്യാശയെ സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ സന്ദർശിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ തൊടണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ വിടുവിക്കണമേ. പാപത്തിന്റെ ശക്തികൾ ഞങ്ങൾ വിട്ടുപോകട്ടെ. രോഗത്തിന്റെ വേരുകൾ ഞങ്ങൾ വിട്ടുപോകട്ടെ. ശരീരത്തിന്റെ തളർച്ചകൾ വിട്ടുപോകട്ടെ. ബന്ധനങ്ങൾ അകന്നു പോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിൽ ഒഴുകട്ടെ. ഓ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കൃപയായി നീ വരണമേ. കുടുംബങ്ങളിലേക്ക് കൃപയായി നീ വരണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഉണർവായി നീ വരണമേ. ഉണർവിന്റെ കൊടുങ്കാറ്റായി ഞങ്ങളിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. എല്ലാവരും ചേർന്ന് യേശുവേ, യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. വിശ്വാസത്തിൽ ആഴത്തിൽ ഒരിക്കൽ കൂടി യേശുവേ,